ഈ ഇരിക്കുന്ന സുന്ദരി ബൊമ്മയും സുന്ദരൻ ബൊമ്മക്കുട്ടനും ഞാൻ തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. തഞ്ചാവൂരിൽ വളരെ പ്രശസ്തമാണ് ബൊമ്മകൾ. ഞാൻ കിച്ചണിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് ഇവരോട് സംസാരിച്ചു കൊണ്ടാണ് ഇപ്പോൾ അയ്യപ്പനെ പാചകം ചെയ്യാറുള്ളത്. ആദ്യം എൻ്റെ യാത്രകൾ അർത്ഥമറിഞ്ഞുള്ള യാത്രകളായിരുന്നില്ല കേട്ടോ. വെറുതെ ഫ്രണ്ട്സുമായിട്ട് കുറേ ചിരിക്കുക, കളിക്കുക, നല്ല നല്ല ഭക്ഷണം കഴിക്കുക, തിരിച്ചു പോരുക. അതായിരുന്നു എൻ്റെ ആദ്യകാല യാത്രകൾ. പക്ഷേ ഇപ്പോഴത്തെ യാത്രകൾ ഞാൻ അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള യാത്രകളാണ്. അതായത് ആ സ്ഥലത്തെ പ്രത്യേകതകൾ, ചരിത്രപരമായ കാര്യങ്ങൾ എല്ലാം എന്നാൽ കഴിയാവുന്ന വിധം ഞാൻ അത്യാവശ്യം പഠിച്ച ശേഷമാണ് ഇപ്പോൾ യാത്ര പോകുന്നത്. അങ്ങനെ ഇപ്രാവശ്യം പോയപ്പോഴാണ് തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൊമ്മകളെ പറ്റി അറിയാൻ കഴിഞ്ഞത്. ഈ ബൊമ്മകൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ, അതായത് ദമ്പതികളായി, അതായത് ഒരു പുരുഷനും ഒരു സ്ത്രീയെയും കൊണ്ടുവച്ചാൽ ഒറ്റയ്ക്ക് വയ്ക്കരുത് കേട്ടോ, ഐശ്വര്യം കൊണ്ടുവരുന്നു വിശ്വസിക്കുന്നു. അതുകൂടാണ്ട് അവിടുത്തെ ഓരോ ബൊമ്മകളും നല്ല സുന്ദരന്മാരും സുന്ദരികളാട്ടോ. പ്രത്യേകിച്ച് നർത്തകീ രൂപത്തിൻ്റെ ഭംഗി വർണ്ണിക്കുവാൻ സാധിക്കുകയില്ല. 3000 രൂപയാണ് നർത്തകീ രൂപത്തിൻ്റെ വില. നമ്മുടെ കിച്ചണിൽ വെച്ചിരുന്ന ബൊമ്മയുണ്ടല്ലോ, അതിന് 300 രൂപയും തലയാടുന്ന ബൊമ്മയ്ക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും കൂടി 600 രൂപയുമാണ് വില വരുന്നത്. ഈ ബൊമ്മകളെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ ഐശ്വര്യം വരുമത്രേ. നമ്മുടെ നവരാത്രി കാലത്ത് ബൊമ്മക്കൊലി വയ്ക്കുമല്ലോ, അതൊക്കെ ഈ ബൊമ്മകളെ കൊണ്ടുവന്നാണ് ബൊമ്മക്കൊലി വയ്ക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ഓരോ പ്രത്യേകതകളും അവിടെ എന്തെല്ലാം ഉണ്ട് എന്നെല്ലാം അറിയാൻ സാധിക്കുന്നത്. ഈ നർത്തകീ രൂപം കണ്ട് ഞങ്ങൾ കുറേ നേരം നദിമറിഞ്ഞിരുന്നു കേട്ടോ. അതിനെ ആട്ടി എല്ലാവരും ഈ കപ്പിൾ ബൊമ്മകളെ എന്തായാലും വീട്ടിലേക്ക്, ഞങ്ങളുടെ യാത്രയിൽ എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നോക്കട്ടെ എന്ത് മംഗളകാര്യം വരികയെന്ന്. അഥവാ മംഗളകാര്യം വന്നില്ലെങ്കിലും ഒരു സന്തോഷം ഇത് കാണുമ്പോൾ, അല്ലേ?